ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രാഹുലിനെ ജനം വെറുക്കാതെ നെഞ്ചിലേറ്റുവാൻ കാരണം ഇതാണ്. പലരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മാരക സൈക്കോ ആയി ചിത്രീകരിച്ചിട്ടും ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുക്കാതെ നെഞ്ചിലേറ്റുവാൻ കാരണം എന്താണ്? അഥവാ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ തന്നെ അതെല്ലാം മനുഷ്യ സഹജമെന്ന് പറഞ്ഞ് അവർ ക്ഷമിക്കുവാൻ തയ്യാറായതും എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പിന്നിലെ സത്യം ഇപ്പോഴും മനസ്സിലാകാത്തവരും മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തവരും ഇവർ മാത്രമാണ്. ആര്? ഒതുക്കീസനും രമേശനും സരിതേശനും അടങ്ങുന്ന കോൺഗ്രസിലെ കൊലകൊല്ലികൾ. എന്താണ് ആ രഹസ്യം? കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വെറുക്കുന്ന ഒരു പേരാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ദുർഭരണത്തിന് ഒരു അറുതി വരുത്തണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി അവർ നാളുകൾ എണ്ണി കഴിയുകയാണ്. പിണറായി വിജയ എന്ന് മുഖത്ത് നോക്കി കൈചൂണ്ടി സംസാരിക്കുന്ന രാഹുലായിരുന്നു അവരുടെ പ്രതിപക്ഷ നേതാവ്. ഒറ്റയാൾ പ്രതിപക്ഷം. വീട്ടിലെ തന്തയ്ക്ക് അല്പം കാര്യപ്രാപ്തി കുറവാണെങ്കിൽ മൂത്ത മകൻ കാര്യപ്രാപ്തിയോടെ നിന്നാൽ കുടുംബത്തെ ആരും കയറി അങ്ങനെ പെട്ടെന്നൊന്നും തൊടില്ല. അതുപോലെയായിരുന്നു രാഹുൽ. സതീശൻ നാടിനെയും പാർട്ടിയെയും മൂഞ്ചിച്ച് കൊള്ളം മുതൽ വീതം മേടിച്ച് നക്കി സ്റ്റിഫാൻ ഷൈൻ മുക്കി ഖദർ വഴിയാക്കി നടന്നപ്പോഴും രാഹുലും ഷാഫിയും അടങ്ങുന്ന ആ യുവ നേതൃത്വമാണ് ആ കുറവ് ഒരു പരിധിവരെ ജനങ്ങൾ ശ്രദ്ധിക്കാതെ കവറപ്പ് ചെയ്തത്. രാഹുലിനെ ഒതുക്കീസൻ കരുണയില്ലാതെ ഒതുക്കിയപ്പോൾ കേരളത്തിലെ ആ ഒറ്റയാൾ പ്രതിപക്ഷമാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ജനങ്ങളുടെ ആ പ്രതീക്ഷയാണ് തല്ലിക്കെടുത്തിയത്. അവരെ ജനങ്ങൾ വെച്ചേക്കുമോ, വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. വരുന്ന നിയമസഭാ സമ്മേളനം കത്തുവിവാദത്തിലും അടുത്ത തീവട്ടി സദസ്സിനെ ചൊല്ലിയും പ്രക്ഷുബ്ധമാകേണ്ടതായിരുന്നു. അത് രാഹുൽ വിഷയത്തിൽ ആളിക്കത്തിച്ച് രക്ഷപ്പെടുവാൻ സതീശൻ സകല ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് ദുബൈയിൽ പോയി അതിൻ്റെ ഉള്ള ചില്ലറയും കൈയോടെ വാങ്ങി. അതുകൊണ്ടാണ് സതീശൻ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. മോദിയുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് അച്ചാരം വാങ്ങിയ ആലപ്പുഴ കോവാലന്റെ സകല അനുഗ്രഹാശിസുകളും ഇതിന് ഉള്ളതുകൊണ്ടാണ് ഈ ഉറപ്പില്ലാത്ത ഒതുക്കീസിന് ഈ ഉറപ്പ് ലഭിച്ചത്. ആലപ്പുഴ കോവാലന്റെ ചൂലായ KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അരമനക്കുണ്ടനും ഇതിലൊന്നും പറയുവാനുള്ള ശേഷിയോ പ്രാപ്തിയോ അറിവോ ഇല്ല. സുധാകരനെ പോലെ നട്ടലുള്ള ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിവിടെ സംഭവിക്കില്ലായിരുന്നു. കോവാലനാണ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിക്ക് കോവാലൻ പറയുന്നതാണ് വേദവാക്യം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക, കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ വരെ കെണിയിൽപ്പെടുത്തിയിട്ടിരിക്കുന്ന ആലപ്പുഴ കോവാലൻ എന്ന സരിദേശന്റെ ഒറ്റ പിൻബലത്തിലാണ് കേക്കച്ചൻ കിടന്നിവിടെ കളിക്കുന്നത്. ഇതിലൂടെ കേക്കച്ചന്റെ ഇമേജ് തകർന്നടിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ തനിക്ക് കളത്തിലിറങ്ങാമെന്ന് ആലപ്പുഴ കോവാലൻ കരുതുന്നു. രക്ഷാപ്രവർത്തകനായി വല്ലവനും വേണ്ടി കോണവും കൊടുത്ത് അംഗം വെട്ടാനിറങ്ങി മുതുകിൽ വെട്ടുകൊണ്ട് ചാകാനായിരിക്കും ഈ പറവൂർ നായരുടെ വിധി. ഇപ്രകാരം ഒരു നടപടി രാഹുലിനെതിരെ എടുത്താൽ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ കേക്കച്ചനൊപ്പം നിൽക്കുമെന്ന് കേക്കച്ചൻ വ്യാമോഹിച്ചു. തനിക്ക് സുധീരമായ നടപടികൾ സ്വീകരിച്ചിരുന്ന VM സുധീരന്റെ ഒരു പരിവേഷം കിട്ടുമെന്നും കേക്കച്ചൻ കരുതി. നിലപാടുകളെക്കുറിച്ച് കടുപ്പിച്ച് പറയുമ്പോഴും കേക്കച്ചന്റെ വായുടെ 2 സൈഡിൽ കൂടിയും ഒഴുകുന്ന കടിച്ചു തിന്നുവാൻ ശേഷിയില്ലാത്തത് കൊണ്ട് നക്കിയ കേക്ക് ഒലിച്ചിറങ്ങുന്നത് കണ്ട് നാട്ടുകാർക്ക് ഈ മ്ലേച്ഛനോട്, ഈ കേക്ക് നക്കി കേക്കച്ചനോട് അർപ്പും വെറുപ്പും കൂടി. തൻ്റെ വളിച്ച കേക്ക് തിന്നുവാൻ കൂട്ടാക്കാതിരുന്ന രാഹുലിനോട് വെടിക്കുണ്ടായ കലിപ്പും താൻ വല്ല വിധേനയും നക്കിക്കൊണ്ടിരുന്ന കേക്ക് രാഹുൽ കയറി കഴിക്കുമോ എന്ന ഭയവുമാണ് കേക്കച്ചനെ ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിച്ച ഘടകം. അതിന് കൂടുതൽ ഫ്രില്ലും ഡെക്കറേഷനൊന്നും ദയവായി ഇവിടെ ആരും കൊടുക്കേണ്ട. കോൺഗ്രസ് പ്രവർത്തകനെ സ്റ്റേഷനിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന ദൃശ്യം മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പിണറായിയുടെ കാൽച്ചൂട്ടിൽ പോയിരുന്ന് ഇലനക്കിയത് പോരാഞ്ഞ് 5 വിരലും ഈമ്പിയിട്ട് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് അവനെ പോയി മാധ്യമങ്ങളുടെ അകമ്പടിയോടെ അവരുടെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ച ഈ കേക്ക് നക്കിയ ജനങ്ങൾ അറക്കുകയും ഈ പ്രതിസന്ധികൾക്കിടയിലും അടികൊണ്ട ആ യൂത്ത് കോൺഗ്രസ് നേതാവിന് വേണ്ടി പോസ്റ്റിട്ട രാഹുലിനെ ജനങ്ങൾ നെഞ്ചിലേറ്റാനും കാരണം ഇതാണ്. 2.5 കൊല്ലം മുമ്പ് ഇടികിട്ടിയപ്പോൾ രക്ഷയ്ക്കായി പാർട്ടിയുടെ പുറകെ നടന്ന് രക്ഷയില്ലാഞ്ഞ് ഒറ്റയ്ക്ക് പൊരുതി ആ ദൃശ്യങ്ങൾ വെളിയിൽ വന്നപ്പോൾ പോയിരിക്കുകയാണ് കേക്കച്ചൻ മാധ്യമങ്ങളുമായി കെട്ടിപ്പിടിക്കാൻ. സുജിത്തെ, നീ പോയി മിനിമം 1 ബക്കറ്റ് ഡെറ്റോളിൽ കുളിക്കുകയെങ്കിലും ചെയ്യണം ആ നാറ്റം മാറാൻ.
പിന്നെ രാഹുലിന് പാളിയത് എവിടെയാണ്? രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യത്തെക്കാൾ പെർസെപ്ഷനാണ് പ്രാധാന്യം എന്ന്. കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഒരു കാര്യം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നേതാക്കന്മാർ അത് ശക്തമായി എതിർക്കും, നിരാകരിക്കും, പച്ചക്കള്ളമാണ് എന്ന് വിളിച്ചു പറയും. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണമെന്ന് അവർ പറയുകയും ചെയ്യും. 100% തെളിവുകൾ പരാതിക്കാരുള്ള കേസുകളിൽ പോലും ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ രാഹുലിൻ്റെ കാര്യം നോക്കുക. രാഹുൽ ഇതുവരെ ആരോപണമുണ്ടായപ്പോൾ ഒന്നും എതിർത്തില്ല, മൗനം പാലിച്ചു. ചിലയിടങ്ങളിൽ ചില ന്യായീകരണങ്ങൾ മാത്രം നൽകി. മൗനം പാലിച്ചത് പാർട്ടി പറഞ്ഞതുകൊണ്ടാണോ അതെന്തുകൊണ്ടാണ് എന്ന് രാഹുലാണ് വെളിപ്പെടുത്തേണ്ടുന്നത്. പക്ഷേ യാതൊന്നും ചോദിക്കാതെ, വിശദീകരണം തേടാതെ, പരാതിക്കാരുണ്ടോ അതിൽ കഴമ്പുണ്ടോ എന്നൊന്നും നോക്കാതെയാണ് സതീശൻ നടപടിയെടുത്തത്. ഒടുവിൽ ഒതുക്കേശൻ കുത്തിയ തീട്ടക്കുഴിയിൽ ഒതുക്കേശൻ തന്നെ മൂക്കും കുത്തി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബദ്ധം പറ്റി ഇതൊരു വെടിയുടെയും ആ വെടിയുടെ കേക്ക് നക്കുന്ന ഒരു കേക്കച്ചൻ്റെയും ചക്കുളത്തിപ്പോരിൻ്റെ ഒരു ചീള് തെറിച്ചതാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കിയിട്ടും കേക്കച്ചൻ ഇപ്പോഴും സുധീരനെ പഠിക്കുകയാണ്. തൻ്റെ ഫണ്ട് തിന്നുന്ന സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കും എന്ന് കേക്കച്ചൻ ഇപ്പോഴും കരുതുന്നു. ഇവിടെയാണ് കേക്കച്ചൻ്റെ ഗ്രാഫ് തിരുവോണനാളിൽ ജനങ്ങൾ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതും രാഹുലിൻ്റെ സ്ഥാനം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതും. കേക്കച്ചൻ നാണം കെട്ട് ഈ വിഷയം പരിഹരിക്കാതെ വലിച്ചു നീട്ടും എന്ന് ഇത്തരക്കാരുടെ സൈക്കോളജി നന്നായി അറിയാവുന്ന ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് മിഷൻ 60 എന്ന് ഞങ്ങൾ അന്ന് പേരിട്ടത്. മിഷൻ 10 മിഷൻ 20 ആയിരുന്നില്ല. ഇന്ന് അതിൻ്റെ 11ാം ദിനം എത്തിയപ്പോഴേക്കും ജനങ്ങൾ മനസ്സിലാക്കുക രാഹുലിൻ്റെ ഗ്രാഫ് എത്രത്തോളം ഉയർന്നു, കേക്കച്ചൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായി എന്ന്. ഒരുപക്ഷെ ഇത് നല്ലതിനാവാം. വരുന്ന 50 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ചില വൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കേക്ക് നക്കി ഒതുക്കേശൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രം കരുതുക. അതിന് കേക്കച്ചനോട് നമുക്ക് നന്ദി പറയാം. മിഷൻ 60 11ാം ദിനത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഞങ്ങൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ച് 11 ദിവസങ്ങളാകുമ്പോഴേക്കും ജനങ്ങളുടെ ആവേശത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. വർദ്ധിത വീര്യത്തോടെ അവർ പ്രതികരിക്കുകയാണ്. അതുപോലെ വിളിക്കുന്ന ജനങ്ങൾക്ക് ഒരു 90% ആളുകൾക്കും ഞങ്ങളെ കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിലവിൽ ഒരു നമ്പർ മാത്രം കൊടുക്കാനേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 9746114444 എന്ന താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ശബ്ദ സന്ദേശമായി അയക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതുമാണ്, വിളിക്കാവുന്നതുമാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഡൽഹിയിൽ ഞാൻ ഒരു CPM അനുഭാവിയാണ്. എന്റെ പൊന്നു മോനെ, ഇവർ ഈ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഒരു മറുപടിയില്ല. പോരാഞ്ഞിട്ട് അതുപോലെ എനിക്ക് 21 വയസ്സുള്ള ഒരു മോളുള്ള അപ്പനുമാണ്. ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. എന്റെ കുഞ്ഞ് വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നോക്കുക എന്നുള്ള കടമ എന്റെ ഭാര്യയുടേതാണ്. എന്റെ കുഞ്ഞ് അവിടെ നഗ്നത മറച്ചു പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലെ അവിടെ അമ്മയാണ്. ഇങ്ങനെ കയറഴിച്ച് കഴുത്തേടെ കയറഴിച്ച് കണ്ണാടിയെ പറമ്പി വിടുന്ന മാതിരി വിട്ടു കഴിഞ്ഞാല് ഇതല്ല, ഇതിന്റെ അപ്പുറവും കേൾക്കേണ്ടി വരും. പിന്നെ ഈ കൊച്ചനെ ഇവര് മനഃപൂർവ്വം നശിപ്പിക്കുക. എന്റെ ഒരു വ്യക്തിപരമായ ഒരു ഒപ്പീനിയനാണ്. ഒരു പക്ഷെ ഈ റിനി എന്ന് പറയുന്ന പെണ്ണ് അവനെ ആഗ്രഹിച്ചു കാണും. അവനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ അവള് ഈ പരിപാടിയുമായിട്ട് ഇറങ്ങി. അതിന് ഫുള്ള് സപ്പോർട്ട് VD സതീശന്റെ ഉണ്ട്. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായിരുന്ന നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ രമേശ് ചെന്നിത്തല. എന്റെ ജ്യേഷ്ഠന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. പമ്പ കോളേജിലും NSS കോളേജിലും ഒന്നിച്ച് പഠിച്ചതാണ്. ഒരേ ക്ലാസ്സിലെ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരെ ഇവർ രണ്ടുപേരും. എനിക്ക് വ്യക്തിപരമായിട്ട് ഇവനെ അറിയാവുന്ന. ഇവനെ പോലൊരു ചെറ്റ എന്റെ കർത്താവേ ലോകത്തിൽ ആ ഒരു നേതാവും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇത്രയും പറഞ്ഞില്ല എന്റെ പൊന്നു കുഞ്ഞെ, മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, CPIM-യുടെ അനുഭാവിയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇവനെ പോലൊരു ചെറ്റ മുഖ്യമന്ത്രി
ഒരു പാർട്ടിയും ലോകം കണ്ടിട്ടില്ല, ഇനിയും കാണുകയില്ല. ഇവനെ എന്നേക്കുമായിട്ട് അടിച്ച് 16 അടിയന്തരം നടത്തി ഇറക്കി വിടണം എന്നുള്ള ഒരൊറ്റ അഭിപ്രായമുള്ളൂ എനിക്ക്. എന്നാൽ ഞാൻ ചോദിക്കും, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ഇല്ല കുഞ്ഞ, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഡൽഹി സെറ്റിൽഡ് ആണ്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ വോട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള വോട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്റെ സ്വദേശം തിരുവല്ലയാണ്. സതീശൻ ഇവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. അതും കൊണ്ടാണ് അവനിപ്പോ ദുബായി പോയേക്കുന്നത്. ആ ദുബായി പോയത് ഈ പിണറായി വിജയന്റെ മകനെ കാണാൻ വേണ്ടി മാത്രമാണ്. തന്ത ഇവിടുന്ന് മോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എടാ അതുപോലെ വീഡിയോ വരുന്നുണ്ട്, അവന് വേണ്ടിടത്തോളം അവന്റെ അക്കൗണ്ടിലേക്ക് ഇത് ചെയ്തേക്കാൻ. അത് മേടിക്കാൻ ആ ഞെളിഞ്ഞു കെട്ടി പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് മുണ്ട് കൊടുത്തോണ്ട് നടന്ന തെണ്ടിയൊക്കെ പാൻറ് ഇട്ടുകൊണ്ട് എയർപോർട്ടിൽ കൂടെ കടക്കുന്ന കാണുന്നത് എന്തോ സ്റ്റൈലിലാ പോകുന്ന, പെട്ടിയും തള്ളിക്കൊണ്ട് നാണ ഉളുപ്പുണ്ട് ഈ വി ഡി സതീശൻ. ഇവൻ തോക്കണം അവിടെ, ഇവനും തോക്കണം, രമേശും തോക്കണം. ഇവരെ രണ്ടുപേരും തോപ്പിച്ചിട്ട് കോൺഗ്രസിൽ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ ഈ യുവ നേതാക്കളായ ഷാഫി പറമ്പിനാണേലും ഈ മാങ്കൂട്ടമാണെങ്കിലും അച്ചൂമ്മനാണേലും അതുപോലെ നമ്മുടെ വിഷ്ണുനാഥ് ആണേലും ഇങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാര് പാർട്ടിയിലേക്ക് കടന്നു വരികയും അവര് നല്ല രീതിയിൽ ഈ പാർട്ടിയെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നാൽ ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ശ്രീലങ്കയൊക്കെ കഷ്ടമായിരിക്കുന്ന കേരള സംസ്ഥാന സർക്കാരാണ്. ഇവര് പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു മണ്ണാങ്കട്ട ഇവര് ചെയ്യുകയില്ല. ഇവിടുത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ ഇവനൊക്കെ മർജാബി സബ്സെ ബെസ്റ്റ് എന്ന് പറയാം ഞങ്ങൾ. കുഞ്ഞെ കഴിയുമെങ്കിൽ നിങ്ങൾ ഇവർക്കെതിരെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമുണ്ടല്ലോ, ഇവന്റെ ഒക്കെ തൊലി ഉരിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് കിട്ടുവാണെങ്കിൽ അത് അപ്പത്തന്നെ പബ്ലിസിറ്റി ചെയ്യണം. എനിക്ക് പറയാനുള്ള, ഇവനൊക്കെ ഒരു മഗ്ഗിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത്, ബക്കറ്റിനകത്തല്ല മഗ്ഗിനകത്ത്, കഴിയുമെങ്കിൽ അതിനകത്ത് ഈ തെണ്ടി രമേശും ഈ വി ഡി സതീശനും ഇപ്പോഴത്തെ ഒരു KPCC പ്രസിഡന്റ് നല്ല തന്റെയോടും ചങ്കുറപ്പും തന്തയ്ക്ക് പറഞ്ഞവനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയക്കൊരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയത്തില്ല, ഉണ്ടായെന്ന് പോലും അയാളാണ് അസൽ തന്തയ്ക്ക് പറഞ്ഞ KPCC പ്രസിഡന്റ്. കേരളം കണ്ടതിൽ വെച്ചിട്ട് വയലാർ രവിക്ക് ശേഷം കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള തന്തയ്ക്ക് പറഞ്ഞൊരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് സുധാകരൻ മാത്രമേ ഉള്ളൂ. അങ്ങേര് വേണമായിരുന്നു ഇപ്പൊ KPCC പ്രസിഡന്റ്. ഈ രാഹുൽ അവനെ കൊള്ളാം, നമ്മുടെ ധൂവക്കുറ്റി വീശാനെ പള്ളിയിലെ അരമനക്കിങ്ങനെ. ഞാന് 2 വർഷമായിട്ട് നിങ്ങളുടെ ചാനൽ സ്ഥിരം കാണുന്ന ഞാനും എന്റെ ഭാര്യ എന്റെ മോളും. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണ് സുനിൽ. സുനിൽ മാത്യു, താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയുന്നതും നിങ്ങളുടെ ഈ ചാനലിൽ ഇത് ചെയ്യുന്നത് സത്യസന്ധമായ കാര്യമാണെന്ന് മനസ്സിലായതിന്റെ പേരിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. നമ്മൾ മാറി മാറി വരുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇതല്ലേ നമ്മളെ ജീവിതത്തിൽ. എനിക്ക് 72 വയസ്സുണ്ട്. പേര് ശശിധരൻ എന്നാണ്. അശ്വരികോണമാണ് എന്റെ സ്വന്തം സ്ഥലം. എനിക്ക് പറയാനുള്ളത്, താങ്കൾക്ക് ആദ്യം നന്ദി പറയുകയാണ്. കാരണം എന്താണെന്നറിയാം, താങ്കൾക്ക് തിരിച്ചറിവുണ്ട് എന്ന് എനിക്ക് മാത്രമല്ല ഈ ലോകം താങ്കളുടെ ചാനലും താങ്കളുടെ സംഭാഷണവും കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. അതിന്റെ പേരിൽ ഒരുപാട് നന്ദിയുണ്ട്. രാഹുൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാനുള്ള സാധ്യതയുള്ള ഒരു പയ്യനാണ്. അവനെയാണ് ഈ രമേശ് ചെന്നിത്തലയും ഈ സതീശൻ എന്ന് പറഞ്ഞാൽ എന്റെ അറിവിൽ ഞാൻ ഒരു 1-2 വർഷം കൊണ്ടാണ് ഞാൻ കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോഴേ കരുണാകരന്റെ സമയത്തെ ഉള്ള ഒരാളാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി, ഞാൻ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ഇതായിരുന്നു എന്റെ കുടുംബവും. പക്ഷേ അത് കുറെ കാലം ഞാൻ സമരങ്ങളിലെല്ലാം ഒക്കെ ഞാൻ പങ്കെടുത്ത, അന്ന് ചോര തിളയ്ക്കുന്ന സമയമാണ്, 10-20 വയസ്സൊക്കെ ഉള്ള സമയം. കാരണം അവരുടെ വിപ്ലവവും ഗാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെറുപ്പക്കാർക്കൊക്കെ ഒരു ആവേശം ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു എൻ്റെത്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് ഒരു കള്ളത്തരത്തിന്റെ ഇത് തുടങ്ങി. അതായത് നായനാരും അച്യുതാനന്ദനും ഒക്കെ വരുന്നതിന് മുമ്പ്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കടുംപെട്ട് കേരളത്തിന്റെ എല്ലാ നമ്മളെപ്പോലെ താങ്കളെ പോലെയും ഉള്ളവരുടെ കഴുത്ത് വെട്ടുന്ന പണിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണം ഒന്ന് മാറി വരണം. അതിന് കാത്തിരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ ഇടംകോല് വന്നിരിക്കുന്നത്. ഈ സതീശൻ മാത്രമല്ല, ഇപ്പൊ രമേശ് ചെന്നിത്തലയും ഉണ്ട്.
പിന്നെ കോൺഗ്രസിലുള്ള ഈ കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ഇവരെ എത്ര തുനിഞ്ഞാലും ശരി തന്നെ ചെറുപ്പക്കാരായ ആളുകൾ ബുദ്ധി പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം, ഷാഫി, പിന്നെ നമ്മളെ ഉമ്മൻചാണ്ടിയുടെ മകൻ, പിന്നെ നമ്മളെ എറണാകുളം ഇവരൊക്കെയാണ് കയറി വരേണ്ടത്. അല്ലാതെ കസേരയ്ക്ക് രാജ്യം പുരോഗമിക്കണമെങ്കിൽ ഇവരുടെ ഇത് സാന്നിധ്യം വേണം. അവരുടെ ആശയങ്ങളും എല്ലാ പ്രവൃത്തിയും എല്ലാം പുതിയ തലമുറയ്ക്ക് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സാറിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ. ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ കമ്മ്യൂണിസവും എവരും കോൺഗ്രസ് വേണം വേണ്ടെന്നല്ല പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു സാധാരണക്കാരന്. അപ്പൊ എവരും അല്ലെങ്കിൽ തന്നെയും ഒരു ഭരണം മാറി വരണം. ഭരണത്തിന് ഒരു പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഭരണം നടത്തുക ഇത് ചോദ്യം ചെയ്യാൻ ആളില്ല. അപ്പൊ ഭരണപക്ഷത്തിന് എന്തും വെട്ടും പൈസ അടിച്ചു മാറ്റൊക്കെ നമ്മൾ കടക്കാരനാണല്ലോ. ഇന്ന് കേരളം നമ്മളെ പോലെയുള്ളവരുടെ തലയിൽ എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടി തലയിലാണ് നമ്മുടെ. അതും നമ്മുടെ പണമാണ്. അല്ലാതെ ഇവനൊക്കെ ഈ ചെലവഴിക്കുന്ന പൈസയൊക്കെ അവന്റെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവന്നല്ല. പക്ഷെ പിണറായി എന്ന് പറയുന്ന ഈ നാറി പൈശാചികമായ ഒരു പ്രവൃത്തി. അവന് വിവരമില്ലാത്ത കൊണ്ടല്ല, അവന് വിവരമുണ്ട്, അവനറിയാം ഭരണം കയ്യിലിരിക്കുന്നു. അതുകൊണ്ടാ നാളെ ഭരണം കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പട്ടിക്ക് സമമാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ അതൊന്നും ഞാൻ പറയല്ല. പക്ഷെ നമുക്ക് കേരളം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി സാറിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ജനം അത് മാത്രമല്ല സാറേ, നമ്മൾ ഞാനിപ്പോൾ ഇത്തിരി 72 വയസ്സ് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. നമുക്കൊന്നും തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. പക്ഷെ നാളത്തെ കേരളം നമ്മുടെ തലമുറ എന്ന് പറയുന്ന ആള് ഈ കൊച്ചു പിള്ളേർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയും. അവർക്കൊരു ചിന്താഗതി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അവർ വിചാരിച്ചാലേ നടക്കൂ, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ ശക്തി, അവന്റെ പവർ എന്താണ്? കൊച്ചി ചെറുക്കനാവൻ അവൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ വിളിച്ചു പറയും. അതൊന്നും ഒരു കുറ്റമല്ലല്ലോ. അപ്പൊ എല്ലാത്തിനും വേണ്ടി സാറ്, എനിക്ക് അതിൽ അഭിമാനമുണ്ട്. ഞാൻ ഇപ്പൊ ഈ എല്ലാ യൂട്യൂബ് ചാനലിലും ഞാൻ കാണുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും സാറിന് ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ പേരിൽ ഇനി സാറ് ചെയ്യേണ്ടത് ഈ കേസങ്ങ് മാറും. കാരണം രാഹുലൊന്നും പറഞ്ഞോട്ട് പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം പിള്ളേർ ഇതിന്റെ ഭയത്തിലുണ്ടാവും. കാരണം ഓരോ വിദ്യാഭ്യാസമുള്ള പിള്ളേരൊക്കെയാണ് ഇന്നുള്ളത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത പാർട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഒരിക്കലും പുറന്നോട്ട് പോകാൻ വഴിയില്ല. അവനെന്ന് പറഞ്ഞാൽ വലിയൊരു വ്യക്തിയാണ്. അവനെ ഉയർത്തിക്കൊണ്ടുവരണം. അവൻ മാത്രമല്ല, ഷാഫി പറമ്പിൽ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. എനിക്ക് ഒരു രാഷ്ട്രീയമൊന്നും കൂടുതൽ അറിയില്ല. പക്ഷെ ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി ആരെന്ത് ചെയ്യുന്നോ അവരുടെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. അത് അവിടെ പാർട്ടി നോക്കരുത്. പക്ഷെ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിലെത്ര മന്ത്രിമാര്, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ജനം പ്രബുദ്ധരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ കളി അവിടെ നയിക്കും. പുതിയ ഒരു യുഗം വരും. കോൺഗ്രസേ വരാൻ പറ്റും. അല്ലാതെ ഈ മാർക്സിസം ഇതോടെ കഴിയും. പത്തനംതിട്ട ജില്ലയിലാണ് വിളിക്കുന്നത്. പേര് തോമസ്. ഈ മാങ്കൂട്ടത്തിനെ തകർത്തെങ്കിൽ ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ DCC പ്രസിഡന്റ് ഇവരൊക്കെ ഇവരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ആ ജനത്തിനറിയത്തില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ജനിച്ചതേ കോൺഗ്രസ്സിലാണ് ഉള്ളായിരുന്നു. എൻ്റെ അപ്പൂപ്പന്മാരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ ഗാന്ധിജി വിളിച്ച് തരുന്നവരാ. ഇവന്മാരൊക്കെ ചെയ്യുന്ന ഈ കണ്ടയിലായ കണ്ടിട്ട് ധരണം വരുന്നു. ധരണം സഹിക്കാൻ വയ്യ കേട്ടോ. ഈ പാർട്ടിയെ നശിപ്പിക്കുന്നവന്മാരെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ഇവനൊക്കെ എന്നെ ഈ കയറൽ ഇങ്ങോട്ട് കെട്ടി ഇറക്കിയ ഇവനൊക്കെ പണം കൊടുത്ത് കയറിയതില്ലേ. ഇവനൊക്കെ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഇവനൊക്കെ നാളെ വന്ന് പണം സമ്പാദിച്ച് പിണറായിയുടെ കഴിഞ്ഞ ഇഷ്ടം പോലെ കാശ് വാങ്ങിച്ചു അടുത്ത ഇടതുപക്ഷത്തിന് ഒരു ഭരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് VD സതീശൻ കളിക്കുന്നത്. മോൻ ചത്താലും വേണ്ടിയല്ല മരുമോടെ ദുഃഖം കാണുമെന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലി പോലെ.
ആ പാർട്ടി നശിച്ചാലും വേണ്ടല്ലേ, ഏത് പണവും വേണം. രാഹുൽ ഇവിടെ നശിക്കണം. അതാ അവരെ പോലൊക്കെ അവർ രക്തം ചീന്തിയാണ് ഈ പാർട്ടിയൊക്കെ നിലനിർത്തുന്നത്. പാർട്ടിയെ നിലനിർത്തുന്ന ഇവരൊക്കെയാണ് ചാനലിലൊക്കെ വന്നിരുന്ന ഇവരുടെയൊക്കെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നവരാ. അറിയാമോ, ഇവരെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ എല്ലാം നശിപ്പിച്ചിട്ട് ഇവന്മാർ മുതകന്മാർ ഇവിടെ തന്നെ കളിക്കാതെ. ഇതെന്തോ ദോഷമല്ലേ ഇവന്മാർ കാണിക്കുന്നത്? പാർട്ടിയെ നശിപ്പിക്കുകയല്ലേ. വടക്കേന്ത്യ രാജീവ് ഗാന്ധി വേണ്ട രാജ്യത്തെ സംരക്ഷിക്കാൻ കിടന്ന് പിന്നെ രാപകലില്ലാതെ കഷ്ടപ്പെടുക. ഇവന്മാർക്ക് ഇവിടെ കിടന്ന് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഈ നാറിയൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ ജീവിക്കുന്നത്? പാർട്ടിയിൽ നിന്ന് ഇവനൊക്കെ പോകട്ടെ, ഇവനൊക്കെ അങ്ങ് CPM-ലോട്ട് പോകും. അവിടെ പോയി കിടന്ന് വോട്ട് പിടിച്ച് കൊടുക്കുക അവർക്ക്. നാഴിയൊക്കെ നാടിനെ നശിപ്പിക്കാനും നല്ലൊരു ഭരണം കിട്ടിയതായിരുന്നു. അതിനിയും പിണറായി വിജയന്റെ കീഴെ കടന്നുകൊണ്ട് അവരെ നോക്കിയാൽ നിയമസഭയിൽ ആരുണ്ട് ഇവർക്ക് ഒന്ന് സംസാരിക്കാൻ? രാഹുലിനെ പോലൊക്കെ ഉള്ളവരെ നിയമസഭയിൽ ചെന്ന പിന്നെ അവിടെ നിയമസഭയിൽ പ്രതിപക്ഷം ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. ഇവനൊക്കെ എന്തോർത്തിരിക്കുമായിരുന്നു പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞു വാ പൊളിച്ചിട്ടുള്ള പേടിയാ പൊളിച്ച് പിണറായി വിജയനെ വാ പൊളിച്ചാ പിന്നെ പേടിച്ച് താങ്ങിയാ സംസാരിക്കുന്നത്. ഇത് ഞങ്ങൾ തന്നെ മനുഷ്യരല്ലേ, ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കില്ല. രാഹുലിനെ പോലുള്ളവരും പിന്നെ മാറ്റിക്കൊടുന്നതിനെ പോലുള്ളവരും ഒക്കെ ഈ രാജ്യത്ത് പിന്നെ നിയമസഭയിൽ സംസാരിക്കുന്നത്. അവരൊക്കെയാണ് ഇവിടുത്തെ പാർട്ടിയുടെ മെയിൻ ആളുകളായിട്ട് വരേണ്ടത്. ഇവരൊക്കെ കട്ടുതിന്നാൻ കയറിയത് വരാം. അത് ജനങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങൾ ഇനി എന്നായാലും VD സതീശനെ എവിടെ നിന്നാലും തോൽപ്പിക്കാൻ ജനങ്ങൾ ഫോണിൽ ഇപ്പം അണികൾ, താഴത്തെ അണികൾ ഫോണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്നാലും തോൽപ്പിക്കും. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ നശിപ്പിച്ചത് ആരാ? രമേശ് ചെന്നിത്തല ഒറ്റപ്പെടുത്തന. ഇവരുടെ ഒന്നും ഇവരുടെ ഒന്നും രംഗത്ത് വന്നില്ലെന്നേ. ഇപ്പം VD സതീശൻ ഏതോ കണ്ടെന്നും പറഞ്ഞ് പോയിരിക്കുക. എന്നാ കണ്ടോ ഇവിടെ പ്രതിസന്ധി നിൽക്കുമ്പോൾ അവൻ ഉടുത്തൊരുങ്ങി പാദ്യം കോട്ട് വിട്ടുകൊണ്ട് പോയിരിക്കുക നായിടമ്മ. അവനെയൊക്കെ പാർട്ടി കൊള്ളാമോ? എന്തോത്തിനാ ഇവനെയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്? പാർട്ടിക്കകത്തൊന്ന് രാജീവ് ഗാന്ധിയോട് വല്ല മാർഗം ഉണ്ടായിരുന്നെ അറിയിച്ചാൽ ഇതിനൊക്കെ എടുത്ത് കളയാൻ. പിള്ളേർ കയറി വന്നാലേ രാജ്യം നല്ലതായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അതാ ആവശ്യം. ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു കോൺഗ്രസ്സുകാർ ഇവിടെ ഭരണം നടത്തണം. അല്ലാതെ ഇവിടെ ചെന്ന് പിന്നെ പിണറായിയുടെ വിഴുപ്പും തിന്നുകൊണ്ട് നടന്നാലൊക്കത്തില്ല. ഇവിടെ നല്ലൊരു ഭരണം കോൺഗ്രസ് വന്നാലേ അത് നടക്കത്തുള്ളൂ. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ പെരുന്നാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുത്തെ സർവ്വ മാർക്സിസ്റ്റ് പാർട്ടി പോയി. കാരണം അവർ കാലാകാലങ്ങളിൽ അടിച്ച് പിടിച്ചവരാ, അടി കൊടുത്ത് കൊണ്ടുപോയവരാ ഇവരെയെല്ലാം കോൺഗ്രസ്സുകാർ. അതിനൊന്നും ഇവിടുത്തെ പാർട്ടിക്കാരൊന്നും ശ്രമിക്കിയിട്ടില്ല. നേതാക്കന്മാരൊക്കെ അവരെ പേടിച്ചിരിക്കുന്നവർ. അത് കേന്ദ്രത്തിൽ, അത് കേരളത്തിൽ, സംസ്ഥാനത്തിലും അത് തന്നെ സ്ഥിതി. ഇവരെയൊന്നും പാർട്ടിക്കകത്ത് വെച്ചേക്കാൻ പാടില്ല. രമേശ് ചെന്നിത്തലയൊക്കെ എന്നേ എടുത്ത് കളയേണ്ടതാണ്. ഇവരെയൊക്കെ കളഞ്ഞിട്ട് പിള്ളേരെ കയറ്റി പോയി അവിടെ ഇവരെ ആരായതിൻ്റെ നേതാക്കന്മാർ കേരളത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വലിയ പിന്നെ അവരുടെ മുഖം കാണുമ്പോൾ ഇതിലെ കള്ളനാന്ന് ആ കണ്ണ് കണ്ട ഞങ്ങൾക്കും ഒരുമാതിരിയൊക്കെ മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയുന്നവരാ. പിന്നെ കണ്ണ് കാണുമ്പോൾ അറിയാം കള്ളനാണ്. അറിയാമോ? ഈ സതീശനൊക്കെ എന്നാ ഇവിടോട്ട് ഇറങ്ങി നൂലെ കയറെ കെട്ടി ഇറങ്ങിയതുപോലെ കയറെ കെട്ടി വെള്ളം ഇട്ടങ്ങ് കയറെ കെട്ടി ഇറക്കിയതാ. ഇവരൊക്കെ എന്നാ ഉമ്മൻചാണ്ടി സാറിനെ ഇതുപോലെ അവർ പിന്നെ പരാതികൾ പറഞ്ഞ് ഇതുപോലെ അപമാനിച്ചപ്പോൾ ഇവന്മാരെ ഒന്നിനെയും കണ്ടില്ലോ ഒരു നാവാട്ടത്തിന്. അയാളെ ഒതുക്കി വെച്ച ഇവനൊക്കെ നേതാവ് വിളിക്കുന്നത്. ഇപ്പം അങ്ങനെ പരസ്പരം കുത്തുന്നവരായി കോൺഗ്രസ്സുകാരില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ഇവിടെ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇവിടെ ഈ പെരുന്നാട്ടിലിപ്പോൾ ഈ വാർഡിൽ. കൊടനാടൻ പറഞ്ഞാൽ പിന്നെ പാർട്ടിയിലെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇവരുടെയൊക്കെ വായിക്കാത്ത രമേശ് ചെന്നിത്തലയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. ഇവരെല്ലാം ഓശാനിച്ചിരിക്കുക. കാരണം അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാങ്ങിച്ച് തിന്നതൊക്കെ ഇവരുടെ കയ്യിലിരിക്കുക. തെളിവ് അതൊക്കെ പുറത്ത് വരാതിരിക്കാനായി മിണ്ടാതിരിക്കുന്നത്. കറിമണലുകാരുടെ നിന്നൊക്കെ വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചേക്കുമല്ലേ ഇഷ്ടം പോലെ. അതൊക്കെ മിണ്ടാതിരിക്കാനാണ് ഇവനൊക്കെ മിണ്ടാത്ത. ഈ പിള്ളേർ കയറി വന്നാൽ അവർക്ക് ഇവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ നല്ല രീതിയിൽ ഇവിടെ VD സതീശനെ കയ്യിലെടുത്തിട്ടുണ്ട്. ഈ 4 പേരും ഇതിനകത്ത് KPCC പ്രസിഡന്റ് പിന്നെ ഒരാൾ പറഞ്ഞ മണി അടിക്കുന്നത് പള്ളിയിൽ ഓശാന പാടുന്നവനാണ്. അവനെയൊക്കെ കെട്ടിയിറക്കേണ്ട കാര്യമുണ്ടോ? ഈ പാർട്ടി പിന്നെ ക്രിസ്ത്യ സമുദായത്തിന് അതിനൊക്കെ കേട്ടതെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത് തന്നെ. ആ പഴയ മനുഷ്യനെ എടുത്ത് കളഞ്ഞ് എന്തോന്ന് അയാളെ മാത്രമേ ഇവിടെ പിന്നെ പിണറായി വിജയനോട് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളൂ. ആ മനുഷ്യനെ എടുത്ത് കളഞ്ഞാൽ ഈ ഊച്ചാളിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് എന്തോ കാര്യത്തിനാ?
എന്താ കാര്യത്തിന് ഇവനൊക്കെ കാശ് കയറി കോടികൾ ഉണ്ടാക്കാൻ കാര്യം അത് ജനത്തിനറിയാമല്ലേ. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് പാർട്ടി നിലനിൽക്കുന്നവർക്കറിയാം ഇവനൊക്കെ കാശുണ്ടാക്കാൻ കയറിയ കാര്യം. പിള്ളേർ കയറി പറയുന്നതിനൊക്കെ അവനെ കാക്കാനാ വേണ്ടിയിട്ടാണ്. അവനെ കാക്ക ഈ കോൺഗ്രസ് ഇവിടെ നശിക്കും. അപ്പോൾ ഈ കയറി വരുന്ന പിള്ളേരെ ഒരെണ്ണത്തിനെ തൊട്ടാൽ ഈ നേതാക്കന്മാരെ എല്ലാം ജനം എറിഞ്ഞു കൊല്ലും. ഞാൻ കോഴിക്കോട് സംസാരിക്കുന്നത് പേര് രാജൻ. ഞാനൊരു ഒറിജിനൽ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സുകാരനാണ്. ഇന്ന് വരെ അതിനെ ചെയ്തിട്ടുണ്ട്. ഇവരെ പ്രവർത്തിക്കേണ്ടത് നമുക്ക് അതിനൊക്കെ മാറിപ്പോകാൻ തോന്നുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി പറമ്പിൽ, ചാണ്ടിയുമ്മനൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു ഊർജ്ജം പകർന്നു. അയാളെയൊക്കെ വെറുതെ ഇട്ട് കഴിഞ്ഞ് കൊല കളിപ്പിക്കാതെ നമ്മളെ നേതാക്കൾ ഈ സതീശനൊക്കെ ചെയ്യണം, പന്നിത്തല്ലൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അയാൾ തെറ്റ് ചെയ്തതിനെ തെറ്റിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല നമുക്ക്. അയാൾ തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കുമാണ്. അറിയണതിന് മുമ്പ് അയാളെ സസ്പെൻഡ് ചെയ്യുക, മറ്റേതാക്കുക, മറ്റൊരു ചൂട്ട് കത്തിച്ചു കൊടുക്കുക. ഒന്നും കൂടി ചൂട്ട് കത്തിക്കുന്ന ആൾക്കാരാ ഇവർ ചെയ്തോട്ട്. തെറ്റുണ്ടെങ്കിൽ ചെയ്യണം. ആദ്യം കയറി പറയട്ടല്ല അവര് മടുത്തു പോയി ആ രാഷ്ട്രീയം തന്നെ. പക്ഷെ അവരൊക്കെ ഉണ്ടായതുകൊണ്ട് പിരിഞ്ഞ് ഞാൻ ഉന്നയിക്കും. എന്നിട്ട് എന്താ സ്ഥിതി എന്ന് അറിയട്ടെ. അവരൊക്കെ ചെയ്ത പണി ഞങ്ങളൊക്കെ ഇവിടെ ഈ മാർച്ചാറ് ഇടയിലുള്ള ഞാനൊക്കെ ചുറ്റുന്നതാ. അതിനൊക്കെ വേണ്ടി എതിർത്ത് ജീവിക്കുന്നത് നമ്മൾ ടീം. ഇവരൊക്കെ ഇങ്ങനെ കളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് തെറ്റ് പറ്റിപ്പോയാൽ തന്നെ അവരോട് പറയേണ്ടതാ. അല്ല, ഒറിജിനാലിറ്റി പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇത്ര മാത്രമേ പറയുള്ളൂ. അവരെ ആ നേതൃത്വം തന്നെ മാറിപ്പോണം. നല്ല ആൺകുട്ടികൾ വരണം. ഈ ആ ചെടിച്ചട്ടിയോട് തച്ചിട്ടും ഇവരൊക്കെ എന്ത് പറഞ്ഞ് സുരക്ഷയാണെന്നല്ല പറഞ്ഞ വിജയൻ. എന്നിട്ട് വേറെ ഇത് ചക്കയ്ക്കൊന്നും പറയായിട്ടൊന്നുമല്ല. ഓരോ സുഖമായിട്ട് ജീവിക്കണം, സുന്ദരമായിട്ട് ജീവിക്കണം. എനിക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. അതിനുള്ള കളി സുധാകരൻ്റെ ഒക്കെ ഇത് ആവേശം കൊണ്ട് ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ നിൽക്കുന്നത്. ഇവര് വെറുതെ വലിയ കയ്യും ബാക്കിൽ കെട്ടി ഞാൻ രണ്ട് വർത്താനം പറയും. അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറെ കഴിഞ്ഞ് കഥ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് വിലക്കയറ്റുണ്ട്, എല്ലാ കാര്യങ്ങളും ഓല് മാറ്റി വിടാൻ വേണ്ടിയിട്ട് ഓരോ നോക്കണ്. എന്നിട്ട് ആ ചെക്കനെ വെറുതെ അങ്ങോട്ട് തള്ളി വിട്ടു കൊടുക്കുക. ഒരു സസ്പെൻഡും മറ്റേതും ഇവനൊക്കെ സസ്പെൻഡ് ചെയ്താൽ എത്രയാക്കും? ഇവന്മാർ ഈ ആക്ഷൻ എടുത്താലും ജനങ്ങളുടെ മനസ്സിൽ ഇയാളോടുള്ള താല്പര്യം വർദ്ധിച്ചു വരികയല്ലേ? അതെയാണ് സാറേ ഇതാ പറഞ്ഞത്. ഇത് എന്തിനു ചെയ്യണം? ഞങ്ങൾ അയാളിത് തെറ്റുണ്ടെങ്കിൽ നമ്മളും പറയണം. സത്യസന്ധമായിട്ട് ഓരമാതിരി തെറ്റില്ല എന്നല്ല പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ അവനെ എന്തെങ്കിലും ചെയ്തോട്ടെ, സസ്പെൻഡ് ചെയ്യുക, പിടിക്കുക. ഇത് അറിയുമ്പോഴേക്ക് ഇത് കാള തെറ്റു എന്ന് പറയുമ്പോൾ കയറി തോന്നണോ? വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? അതിന് തെറ്റുണ്ടെങ്കിൽ ഓനെ തെറ്റ് അവരോട് പറഞ്ഞിട്ട് ഓനെ നടപടി എടുക്കാണ്ടെങ്കിൽ അന്വേഷിച്ച് കാര്യമാണെങ്കിൽ ഇത് ഏതോ കാലത്തുള്ള ഒരു പെണ്ണ് തോന്നിയാസം കാട്ടി വരുന്നതിനൊക്കെ പറയാൻ നിൽക്കുക. ആ സസ്പെൻഡ് ചെയ്യല. ഏതോ കാലത്ത് ഏതോ ഒരു പെണ്ണിന് എന്തോ ചെയ്ത് അതൊക്കെ ഈ സതീശൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഈ പഞ്ചതി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും അല്ലല്ലോ കാര്യം. ഓൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഓൻ ശരിക്കും ആദർശമായിട്ട് കോൺഗ്രസ് സ്നേഹിക്കുന്ന ഒരാളാണ്. ഷാഫി, പിന്നെ ഈ രാഹുൽ, ഈ ചാണ്ടിയുമ്മനൊക്കെ അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഒന്നുണ്ട് മറ്റേ നമ്മളെ ഇയാളില്ലേ കുഴൽനാടൻ. അതൊക്കെ നമുക്ക് അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും കണ്ടാൽ നമുക്കറിയാം. മറ്റവരുടെ വർത്തം നമുക്ക് കേട്ടാൽ അറിയാം. ഇനിയൊക്കെ മടുത്തു പോവാം. ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പൊരുതി നിൽക്കണം. ഇങ്ങനത്തെ കുറെ ആൾക്കാർ പൊരുതി നിൽക്കണം. നമ്മൾ നേതാക്കന്മാരും നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ്. സുധാകരനൊക്കെ നിൽക്കണം. കട്ടയ്ക്ക് കട്ടത്തില്ല സുധാകരനൊക്കെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഗുണ്ടയാണ്. ഗുണ്ടേനോട് ഗുണ്ടയായിട്ട് നിൽക്കണ്ടേ? അങ്ങനെ അയാളൊക്കെ ഉണ്ടായിട്ടാ കോൺഗ്രസ് ഉണ്ടാവുന്നത്. ഇതുപോലെ നിന്നിട്ട് പിന്നെ ബാക്കിലൊരു കയ്യും രണ്ട് കയ്യും കൊണ്ട് കെട്ടും. എന്നിട്ട് ആ നിയമസഭയിലൊക്കെ സംസാരിക്കട്ടില്ലേ? എന്തെല്ലാം തെറ്റ് ചെയ്താന്ന് പറയുന്നില്ലേ? അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ കേക്ക് മുറിക്കാൻ പോകാം. ചടച്ചു പോയി. അതുകൊണ്ട് പറയാം, ഞാനിങ്ങനെ സങ്കടം കൊണ്ട് വിളിച്ച് പറയാട്ടോ. കോൺഗ്രസ് വേണം ലോകത്ത്. കണ്ണൂരിനാണ് ഞാൻ. നിങ്ങളെ ചാനൽ കാണുന്ന നല്ല മനുഷ്യനാണ്. രാഹുൽ മാക്കൂട്ടത്തിനെ പറ്റിയിട്ട് ഇന്നലെ പറഞ്ഞൊരു സംഭവമല്ലേ, അത് നമുക്കൊരു അഭിപ്രായം പറയാനുണ്ട്. കാരണം ഈ സതീശ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു പ്രതിപക്ഷത്തിരിക്കുന്ന സാധനമാണ്. ഈ വളർന്നു വരുന്ന ആൾക്കാരെ പറ്റിയിട്ട് ആൾക്കാരെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഈ രമേശ് ചെന്നിത്തലയും പിന്നെ സതീശനും ഉള്ളത്. ഈ രണ്ടെണ്ണത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ എന്താ പറയണ്ടേ, ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഞാൻ അടിയുറച്ച കോൺഗ്രസ്സാണ്. നമ്മൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും മാറിയിട്ടുണ്ട്. BJP-യിലേക്ക് പോയിട്ട് CPM-ലേക്കെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാറൂല. കാരണം എനിക്ക് അതിനകത്തൊരു വിശ്വാസമുണ്ട്. എനിക്ക് നമ്മൾ ഈ കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ സുധാകരനെ മാറ്റാനേ പാടില്ല. ഈ സുധാകരനെ മാറ്റിയത് എന്തുകൊണ്ടാണ്? ഇതൊന്നും നടക്കൂല ഇവർക്ക്. ഈ പറഞ്ഞ പരിപാടിയൊന്നും നടക്കൂല. വളർന്നു വരുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സുധാകരനെല്ലാം. നമുക്ക് നേരിട്ട് അറിയുന്ന ആളാണ് സുധാകരേട്ടൻ. നമ്മൾ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എത്തുന്ന ആൾക്കാരാണ്. രമേശ് ചെന്നിത്തലയും ഒന്നും എവിടെയും എത്താനൊന്നും പോകുന്നില്ല. ഇപ്പൊ തമ്മാമിൽ അടി കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും മത്സരിക്കില്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട്. നശിപ്പിക്കുക അല്ലാതെ വേറെ ഒന്നുമില്ല സാറേ. കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്.
ഇവരൊക്കെ ചേർന്നിട്ട് നശിപ്പിക്കുകയാണ്. കാരണം അത്രയ്ക്കും വേദനയുണ്ട്. ഞാൻ എന്താ പറയണ്ടത്, ഞാൻ ജനിച്ച് വളർന്നത് തൊട്ട് എൻ്റെ വീട്ടിലെല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. ഇവരുടെ എല്ലാം കളി കണ്ടിട്ട് മാറി BJP ആയി. അളിയൻ BJP, പെങ്ങള് BJP, അച്ഛൻ CPM ആയി. ഇവരുടെ കളി കണ്ടിട്ടാണ് മാറിയത്. അച്ഛൻ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു, വിട്ടു. ഞാൻ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, നമ്മളൊരു പ്രസ്ഥാനമുണ്ട്, നമ്മൾ ഇന്ദിരാഗാന്ധി തൊട്ട് കാണുന്നില്ല നമ്മളിതെല്ലാം. അപ്പോൾ എനിക്കതിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ മാറുന്നില്ല. കാരണം ഇവരൊന്നും നിന്ന് കഴിഞ്ഞാൽ അധപ്പതനാണ്. ഇപ്രാവശ്യവും ഭരണം കിട്ടുമെന്ന് തന്നെ സംശയമാണ് ഇതിൽ. അപ്പോൾ അതിന് അയാളെ കൊണ്ട് പിന്നെ ഇയാളെ KPCC പ്രസിഡന്റ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവർ ആടുന്ന് കളിക്കുന്നതല്ലേ. അപ്പോൾ KPCC പ്രസിഡന്റ് സതീശൻ പറയുന്നത് മാത്രം കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ പിടിച്ച് അവിടെ ആക്കിയത്. വേറെ ഒന്നും നടക്കൂല. പാലക്കാട് ചിറ്റൂര് രാഹുൽ കൊണ്ടുതന്നെ പാലക്കാട് രാജുവൊക്കെ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കത്തില്ല? ഞങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങൾ സമ്മതിക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന ഈ കോൺഗ്രസ്സുകാരൊക്കെയാണ്? രമേശ് ചെന്നിത്തലയാണ് അല്ലെങ്കിൽ മറ്റവനാണ് നമുക്ക് പറയണോ? അവരിനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ രമേശ് ചെന്നിത്തല മറ്റുള്ളവരായിരിക്കും പഴയ കോൺഗ്രസ്സുകാരിത്തിരി ഒഴിഞ്ഞു മാറി നിന്നൂടെ? വയസ്സും പ്രായം ആയില്ലേ? അപ്പൊ അവരൊന്നും ഒഴിഞ്ഞു മാറി നിൽക്കണ്ടേ? വരുന്നവർക്കൊരു ചാൻസ് കൊടുക്കാൻ പിള്ളേര് വളർന്നു വരുന്നു. കോൺഗ്രസ് പൂങ്കാപരന്മാര് ഇങ്ങനെ കളച്ച് വളരുന്നു. പിണറായി വിജയൻ സർക്കാരിനെ ഒന്ന് താഴെ ഇറക്കാൻ വേണ്ടി പിള്ളേര് എത്ര ബുദ്ധിമുട്ടുണ്ട്. ഈ പഴയ ആൾക്കാർ ഇത്തിരി ഒന്ന് മാറി നിന്ന് കൊടുക്കാൻ പറയുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാർന്നല്ലൂർ കൊച്ചമ്പള്ളി വാർഡിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയും അതുപോലെ ഷാഹുലിനെ പറ്റിയൊക്കെ എനിക്ക് വളരെയധികം അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഭരണം, അവര് യുവതലമുറയിൽ തന്നെ അവർ കോൺഗ്രസിൽ കയറി അവരെ കഴിയുന്നിടത്തോളം അധികം അവർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അവർ കയറിയത് തന്നെ കേരളത്തിന് ഏറ്റവും അധികം പ്രയോജനകരമായ രീതിയിലാണ് അവർ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു കല്യാണം കഴിയാതെ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു പോയി എങ്കിൽ അത് അവരുടെ കുറ്റമല്ല. ഇപ്പോഴത്തെ തലമുറയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ആ വേഷവിധാനമാണ്. ഈ വേഷവിധാനമാണ് മിക്കവാറും ഞാനും ചുരിദാറും ഇതൊക്കെ തന്നെ ഇടുന്നത്. പക്ഷേ അവരുടെ വേഷവിധാനമാണ് അവരെ ഈ ആൺകുട്ടികളുടെ തെറ്റിദ്ധാരണയിലേക്ക് ധരിക്കുന്നത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയോ അല്ലെങ്കിൽ ഷാഹുലിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ചാണ്ടിയുമ്മനെ പറ്റിയോ വളരെയധികം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പം ഞങ്ങളുടേത്. കാരണം ഇന്ന് രാജീവ് ജി ഇവരൊക്കെ മരിച്ച സമയത്ത് അതേപോലെ തന്നെ നിഷ്കളങ്കനും നിർമ്മാല്യനുമായ ഉമ്മൻചാണ്ടിയുടെ മരണം അവസാനം ആ കല്ലറയിൽ കൊണ്ടുവച്ച് ആ കണ്ട് ഇരുന്നിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിച്ച ഒരു കുടുംബത്തിലുള്ള ഒരു അംഗമാണ് ഞാൻ. അതേപോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനവും. അവർ ഏറ്റവും വലിയ അതായത് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇത്രത്തോളം ഇത്രയും നിഷ്കളങ്കനായ ഒരു ഭരണാധികാരിയെ പറ്റി ഇത്രത്തോളം മോശമായ രീതിയിൽ അവരെ ക്രൂശിക്കാമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതുപോലെയായിരുന്നു ഉമ്മൻചാണ്ടിയെ ഒറ്റിക്കൊടുത്തത്. അതേപോലെ ഒരു ക്രൂശീകരണമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇത് ഒരിക്കലും രാഹുൽജിയെ പറ്റി ഒരിക്കലും ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നാണ് പോട്ടെ, ശരി, എന്തെങ്കിലും ഒരു ശതമാനം എന്തെങ്കിലും കാണുമായിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തരുത്. അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇതിലേക്ക് കൊണ്ടുവരണം. അടുത്ത സർക്കാരിന്റെ, അതായത് നമ്മളെ ഇത് വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പദം കിട്ടേണ്ട ഒരു വ്യക്തിയാണ്. ശരിക്കും ഒരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി പദം കിട്ടേണ്ട. അല്ലെങ്കിൽ ഇവർ മുഖ്യമന്ത്രി പദമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രാഹുൽജി, ഒന്ന്
ചാണ്ടി ഉമ്മൻ, ഒന്ന് ഷാഹു. ഇവരെ 3 പേരെ പറ്റി ഞങ്ങൾക്ക് വളരെ 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 അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുകയോ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിരിച്ചുവിടുകയോ അദ്ദേഹത്തിന് പൂർവാധികം ശക്തി പ്രാപിക്കൊണ്ടക്കവണ്ണം അദ്ദേഹത്തിന് എത്രത്തോളം നമ്മുടെ കേരളത്തെ നയിക്കാൻ പറ്റുമോ അത്രത്തോളം നയിക്കാൻ തക്കവണ്ണമുള്ള ഹെൽപ്പ് നിങ്ങളെല്ലാവരും ഹെൽപ്പ് എന്ന് മാത്രമല്ല എത്രത്തോളം അവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ടുവരാനുള്ള എല്ലാവിധമായ സാഹചര്യവും ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ചന്ദ്ര ജയപ്രകാശ്. ഞാനിപ്പോൾ മഹിളാ സേവാദൾ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബം അത് തന്നെയാണ്. ഒരു MLA കുടുംബത്തിലുള്ള ഒരു അംഗമാണ് ഞാൻ. ഞങ്ങൾ വളരെയധികം വളരെയധികം മാങ്കൂട്ടത്തെ പറ്റി വളരെയധികം ധാരണയോടുകൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്റെ പേര് മുസ്തഫ എന്നാണ്, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ആ പാവ രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചത് അവരെല്ലാരും കൂടി. ഞാൻ മാർക്സിസ്റ്റുകാരനാണ്. എന്റെ വീട് കേച്ചേരിയാണ്. ഞാൻ 20 വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിലഡാ. ഈ കോൺഗ്രസിന്റെ കുറെ തലമൂത്ത നേതാക്കന്മാരുണ്ട്. ഒരു കാര്യത്തിന് ഇവരൊന്നും കൊള്ളൂല. ഒരു കാര്യം പുതിയ തലമുറക്ക് വിട്ടുകൊടുക്കേണ്ടവര് ആ വരുമ്പോ അവരെ ബ്ലോക്ക് ചെയ്യും ഇവരെ പണി. ആ ഉമ്മൻചാണ്ടി സാർ പാവം എത്ര നല്ല മനുഷ്യന്. അയാളെ കൊണ്ടിട്ട് കരിവരിച്ചില്ലവര് ഇതേ പരിപാടിയാണ് കറക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് നല്ല ഭരണം ഭരിക്കുന്ന ആൾക്കാർ, ആരാണ് നന്നായി സ്റ്റാൻഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ പുറം തള്ളാന്നുള്ളതാണ് ഇവര് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഭരണം കിട്ടാൻ വേണ്ടിയിട്ടും ഈ എന്താ പറയാ MLA മിനിസ്റ്റർ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു തിക്കുന്നിറക്കിലാണ് ഇവരൊക്കെ. മന്ത്രി ആവണം എങ്ങനെയും, ആരെ ചതിച്ചാലും വേണ്ടില്ല. അങ്ങനെ നമ്മുടെയൊക്കെ പേരിൽ കേസെടുക്കണ്ടേ എല്ലാ ഗവൺമെന്റും. നമ്മളൊക്കെ വ്യഭിചാരം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. എല്ലാം ഇന്ത്യയിൽ നിയമങ്ങളൊന്നുമില്ലേ? നിയമമില്ല, രാഷ്ട്രീയക്കാർക്ക് നിയമമല്ല. ഇപ്പോ അങ്ങനെ ആയിപ്പോയി. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നിയമങ്ങളും ഇല്ല, ഒന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് മാത്രമേ നിയമമുള്ളൂ. ആ ഒരു ലെവലിലായി പോയി ഇപ്പോ രാജ്യത്തിന്റെ പോക്ക് എങ്ങട്ടാ. ഞാനൊരു മുസ്ലിമാണ്, എന്റെ പേര് മുസ്തഫ എന്നാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളാ. നമുക്കൊരു മതം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക 10-15 മുസ്ലിമുകളും ഒരു 10-20 ക്രിസ്ത്യാനികളും 10-30 ഹിന്ദുക്കളും. നമ്മൾ ഓരോ മീറ്റിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ബിസിനസ്സിൽ പോകുമ്പോൾ അത്ര അധികം ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെ ഒന്നും വർഗീയതോ അല്ലെങ്കിൽ മറ്റുള്ള കേസുകളൊന്നുമില്ല. നമ്മുടെ കേരളം, ഞാൻ കേരളം വിട്ട് 20 വർഷമായി പോ. എന്തുകൊണ്ട് കേരളം വിട്ട്? കേരളത്തിൽ ഒരു പരിപാടി നടക്കൂല. ആര് നല്ല ചെയ്യുന്ന അവനെ കുത്തിയിട്ട് തോൽപ്പിക്കാന്നുള്ളതാണ്. ആ പാവം ഉമ്മൻചാണ്ടി സാറിനെ എത്ര ബുദ്ധിമുട്ടിച്ച് വരാ കൂടിക്ക്, എന്നിട്ട് വല്ല നേട്ടണ്ടായ. അതേപോലെ തന്നെ വളർന്നു വരുന്ന തലമുറക്ക് ഒരു ചാൻസ് കൊടുക്കുക. അതല്ല ചെയ്യുന്നത്. വളർന്നു വരുന്ന തലമുറനെ വെട്ടി നാശാക്കുക. അതേ ഇവര് പഠിച്ചിട്ടുള്ളൂ. ഈ കിളന്മാരനൊക്കെ ആദ്യം രാഷ്ട്രീയത്തിൽ നിന്ന് അവസാനിപ്പിക്കണം. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഒരു 19-60 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയിലുണ്ടാവും. ആ ബുദ്ധിയില്ലായ്മയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട്. വളർന്നു വരുന്ന തലമുറക്ക് വിട്ടുകൊടുക്കുക. ഞാൻ നിങ്ങളുടെ ചാനൽ എപ്പോഴും കാണുന്നതാ. ആ പാവം, അവന്റെ അമ്മ, അവന്റെ പെങ്ങള്, അതേപോലെ തന്നെ നമുക്കുള്ളേ പെങ്ങന്മാരും ആങ്ങളമാരൊക്കെ ഇവരെന്ത് മനസ്സിലാക്കിയിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് മനസ്സിലാവില്ല. മൊത്തത്തിൽ കിളമാരെ കംപ്ലീറ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കണം. ഈ ചാനലുകാരും അതേ തന്നെ സിസ്റ്റം ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പലവരെയും കുറ്റം പറഞ്ഞിട്ട് പല പരിപാടിക്ക് നടക്കുക. ഇപ്പൊ സരിതയുടെ അവസ്ഥ കണ്ടില്ലേ? മരുന്ന് മേടിക്കാൻ പോലും കാശില്ല. പ്രാക്കാണത്, പ്രാക്ക്. പാവം ഉമ്മൻചാണ്ടി സാറിന് എന്തായാലും ബുദ്ധിമുട്ടിച്ചെന്നറിയാം. അയാളുടെ കിളവനായിട്ട് അയാളെ വിട്ടിട്ടില്ല. മാർക്സിസ്റ്റുകാരുടെ പൊതുവുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല വെച്ചെങ്കിൽ പിന്നെ ലാസ്റ്റ് കൊളാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാത്ത കുറെ മണ്ടന്മാരുണ്ട് കേരളത്തിൽ. രാഷ്ട്രീയക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, പ്രജകൾക്ക് ഇത് അറിയില്ല. അവര് രാഷ്ട്രീയം, ജാതി, മതവർഗീയത ഇതിങ്ങനെ കൊണ്ടുപോവുക. ഇതല്ലാണ്ട് വല്ലതും നടക്കണ്ട. വല്ല പുരോഗമനം ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ വല്ല ചെറുപ്പക്കാർ വന്ന് സംസാരിച്ചാവും. എന്തൊരു വകുപ്പും, ഏതൊരു വകുപ്പിൽ ചെറുപ്പക്കാരനെ ഉൾപ്പെടുത്തിയിട്ട് ഈ കിളവന്മാരെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒഴിവാക്കി വിടണം. ഈ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അതേപോലെ ആ സതീശനായിക്കോട്ടെ, അതിന്റെ പിന്നില് ആ സുധാകരൻ പിന്നെ കുറച്ചുകൂടെ കറക്റ്റ് എന്നൊക്കെ തോന്നുന്നു. ആരെ പെൺവാണിമ ചെയ്യാത്ത ഏതെങ്കിലും മന്ത്രിമാരുണ്ട് ഇതില്? കോൺഗ്രസിനും ഇല്ല, മാർക്സിസ്റ്റിനും ഇല്ല, BJPയിലും ഇല്ല. ഒക്കെ കണക്കന്നെ. പേരെടുത്ത് പറയണ്ടട്ടാ. ഇതിലുള്ള ആൾക്കാരൊക്കെ ഏതൊരു നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ പെൺവാണിമ കേസിൽ പെട്ടുള്ള ആൾക്കാരാണ്. പിന്നെ വളർന്നു വരുന്ന തലമുറനെ നാശാക്കാന്നുള്ള അഭിപ്രായത്തിലാണ് ഇവരൊക്കെ കയറി കളിക്കുന്നത്. ഇവർക്കൊന്നും സ്വന്തമായിട്ടല്ല ഇപ്പൊ തീരുമാനം. കാശുണ്ടാക്കാൻ പറ്റുന്ന വഴികൾ ഏതാ? അപ്പൊ മറ്റുള്ളവരെ തല്ലിയിട്ട് ഭരണം പിടിച്ചു നിർത്തിയിട്ട് കാശുണ്ടാക്കുക. ഇതാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പഴയ കാലത്തെ പോലത്തെ ഗാന്ധിസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊക്കെ തന്നെ മനീസം ഗാന്ധിസൊക്കെ കളഞ്ഞു ആൾക്കാർ. ആ പാവ ഗാന്ധിജി എത്ര കഷ്ടപ്പെട്ടിട്ടാ നമുക്ക് സ്വാതന്ത്ര്യം പിടിച്ചെന്ന്. അതിനെ വരെ പിടിച്ചൊന്നുമില്ല ഇവര്. ഇവരെ പിന്നിലുള്ളവരും മുന്നിലുള്ളവരും ഒക്കെ കണക്കന്നെ. നമ്മുടെ ഈ കോൺഗ്രസിലുള്ള ആൾക്കാരും കണക്കന്നെ. തമാശ പറയില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം എവിടെ എത്തും? നല്ല കഴിവുള്ള ആൾക്കാരെ
ഈ പെൺവാണിഭ കേസ്, ഈ കേസ് അങ്ങനെ എടുത്തു കളയണം ഞാൻ പറയണെങ്കിൽ. പിന്നീട് എന്ത് ചെയ്യണം, ഈ പെൺവാണിഭ കേസ് വരുമ്പോ ആദ്യം ഒരു പാർട്ടി കംപ്ലീറ്റ് അവരെ പറ്റി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് വേണം FIR കാര്യങ്ങളൊക്കെ ഇടാൻ. ഇതൊരു FIR ഇട്ട ഒരാളെ അറസ്റ്റ് ചെയ്ത് അവനെ പറ്റോടത്തോളം നാണം കെടുത്തി ഇമാതിരി പരിപാടിയാണ് കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പോന്നിട്ട് 20 വർഷമായി ബാംഗ്ലൂർക്ക്. ഫാമിലി അടക്കം ബാംഗ്ലൂരാ. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ആ അവസ്ഥയായി പോയി. വോട്ട് വരാൻ എനിക്ക് ബാംഗ്ലൂരാ. എന്തായിക്കോട്ടെ, ജീവിക്കാൻ പറ്റും നമുക്ക്. കേരളത്തിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി പോയി. ഞാൻ ദയവായിട്ട് പറയുന്നു, നല്ല നല്ല മനുഷ്യന്മാരും നല്ല ചെറുപ്പക്കാരനെ കയറ്റി വിടും. അവര് ഭരിക്കട്ടെ നാട്. ഈ കേളന്മാരൊക്കെ ഒഴിവാക്കി വിടും, ബുദ്ധിയില്ലാത്ത ആൾക്കാരാ. നിങ്ങളുടെ ചാനൽ ഞാൻ എന്നും കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരാളില്ല കേരളത്തിൽ, സത്യമായിട്ടും. രാഷ്ട്രീയത്തിലുമില്ല, കോൺഗ്രസിലുമില്ല, ആ ഷാഫി മാത്രമേ ഉള്ളൂ. പിന്നെ സുധാകരനൊന്നും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെ വേറെ ഇടും. മനസ്സിലായ? അയാൾ നല്ല മനുഷ്യനാ സുധാകരൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.